നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഇറാൻ യുദ്ധം നടക്കുമ്പോൾ GCC രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ തിരിച്ചടി അവിടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെയൊക്കെ തന്നെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളൊക്കെ തന്നെ പല ഗൾഫ് രാജ്യങ്ങളിലായിട്ട് ജോലിയും പഠനത്തിനും സ്ഥിരതാമസമൊക്കെ ആയിട്ടുണ്ടാവും. അവരുടെ അവസ്ഥ ഇപ്പോൾ എന്തായിരിക്കും എന്നുള്ളതിനെ ഓർത്തിട്ട് പലരും ആശങ്കയിലായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രവാസികളുമായി ബന്ധപ്പെട്ട അഭ്യർത്ഥനയുമായി ഇപ്പോൾ ലുലു ഗ്രൂപ്പ് ചെയർമാനും അബുദാബി ചേംബർ ഡയറക്ടറുമായ MA യൂസഫ് അലി രംഗത്ത് വരികയാണ്. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കെട്ടിച്ചമച്ച കഥകൾ പ്രചരിപ്പിച്ച് പ്രവാസി കുടുംബങ്ങളിൽ ഭീതി പരത്തരുതെന്നാണ് യൂസഫ് അലി അഭ്യർത്ഥിച്ചിരിക്കുന്നത്. വീഡിയോ സന്ദേശത്തിലൂടെയായിരുന്നു പ്രതികരണം. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി നാട്ടിലുള്ളവരെ ഭയപ്പെടുത്താതിരിക്കുക. അങ്ങനെയൊന്നും ഗൾഫിലില്ല. മലയാള മാധ്യമങ്ങൾ വളരെ ആക്രമണാത്മകമാണെന്ന് അഭിപ്രായങ്ങൾ ഉയർന്നു. എന്തുകൊണ്ട് അവർ മാത്രം ഇങ്ങനെ പ്രവർത്തിക്കുന്നു? ആവശ്യമില്ലാത്ത ഗോസിപ്പുകൾ, അഭ്യൂഹങ്ങൾ, സൃഷ്ടികൾ പ്രചരിപ്പിക്കുകയാണ്. GCC നമുക്ക് അന്നം തരുന്ന രാജ്യമാണ്. ഈ രാജ്യങ്ങൾക്കൊന്നും സംഭവിക്കരുതെന്ന് പ്രാർത്ഥിക്കണമെന്നാണ് യൂസഫ് അലി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം സമാധാനം പുലരണമെന്ന് ലോകരാജ്യങ്ങൾ ആവശ്യപ്പെടുമ്പോഴും പശ്ചിമേഷ്യയിൽ സംഘർഷം വരിഞ്ഞു മുറുകുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ ആക്രമണം കടുപ്പിച്ചതും ഇറാൻ ഉന്മൂലനം ചെയ്യുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പും ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആക്രമണം ആഴ്ചകളോളം നീളുമെന്നാണ് ഇസ്രായേലും വ്യക്തമാക്കിയത്. ഗൾഫ് മേഖലയിൽ ഇറാന്റെ ആക്രമണം അതിതീവ്രമായി തുടരുകയാണ്. ഹോർമുസ് കടലിടുക്ക് മറികടക്കുന്ന കപ്പലുകൾ തകർക്കുമെന്ന് ഇറാൻ കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിൽ സൗദി അറേബ്യയിലെ റിയാദിലുള്ള US എംബസിക്ക് തീ പിടിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇവിടവും കുവൈറ്റിലെ എംബസിയും US അടച്ചു. റിയാദ്, ജിദ്ദ, ദഹ്റാൻ എന്നിവിടങ്ങളിലെ പൗരന്മാർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാനിൽ US സൈന്യവും 1700-ലധികം സ്ഥലങ്ങളിൽ മിന്നലാക്രമണം നടത്തിയതായി US സെൻട്രൽ കമാൻഡ് റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ നാവിക കപ്പലുകൾ, അന്തർവാഹിനികൾ, മിസൈൽ കേന്ദ്രങ്ങൾ, കൺട്രോൾ കേന്ദ്രങ്ങൾ എന്നിവയെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നും US സൈന്യം വ്യക്തമാക്കി. ഗോം നഗരത്തിലെ ഇറാന്റെ വിദഗ്ധ സമിതിയുടെ ആസ്ഥാനമായ കെട്ടിടത്തിന് നേരെയും ഇസ്രായേൽ ആക്രമണം നടത്തി. യോഗം നടക്കുന്ന സമയത്താണ് ആക്രമണം ഉണ്ടായതെന്നാണ് വിവരം. പുതിയ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിൽ നിന്ന് അവരെ തടയാൻ ഞങ്ങൾ ശ്രമിച്ചെന്ന് ഇസ്രായേലി ഉദ്യോഗസ്ഥൻ പറഞ്ഞതായും റിപ്പോർട്ടുണ്ട്. എന്നാൽ ആക്രമണം നടക്കുന്ന സമയത്ത് കെട്ടിടത്തിൽ ആരും ഉണ്ടായിരുന്നില്ലെന്നാണ് ഇറാനിലെ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തത്. ഇസ്രായേലി വ്യോമസേന ഒരേ സമയം നിരവധി സ്ഥലങ്ങളിൽ ആക്രമണം നടത്തുന്നതായും റിപ്പോർട്ടുണ്ട്. ഇറാനെ ആക്രമിക്കുന്നത് തുടരുമെന്നും ലെബനൻ ആസ്ഥാനമായുള്ള ഹിസ്ബുള്ളയെ ശക്തമായി നേരിടുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഇറാനിലെയും ടെഹ്റാനിലെയും ലെബനനിലെയും ആകാശത്ത് ഞങ്ങളുടെ പൈലറ്റുമാരുണ്ട്. ഞങ്ങളെ ആക്രമിച്ചതിലൂടെ ഹിസ്ബുള്ള വലിയ തെറ്റ് ചെയ്തു. ശക്തമായി ഞങ്ങൾ തിരിച്ചടിച്ചിട്ടുണ്ട്. അതിനേക്കാൾ വലിയ ശക്തിയോടെ ഇനിയും തിരിച്ചടിക്കുമെന്നാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. അതിനിടെ ഇറാനിലെ ബുഷർ വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരുന്ന യാത്രാ വിമാനം US ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നതായ റിപ്പോർട്ടുകൾ. പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കവേ നയതന്ത്ര ചർച്ചകൾക്ക് തുടക്കമിട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പശ്ചിമേഷ്യയിലെ 9 മില്യൺ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി 48 മണിക്കൂറിനുള്ളിൽ 8 ലോക നേതാക്കളുമായിട്ടാണ് മോദി സംസാരിച്ചിരിക്കുന്നത്. UAE, ഇസ്രായേൽ, സൗദി അറേബ്യ, ജോർദാൻ, ബഹ്റൈൻ, ഒമാൻ, കുവൈറ്റ്, ഖത്തർ എന്നിവിടങ്ങളിലെ നേതാക്കളുമായി കഴിഞ്ഞ 2 ദിവസത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു. അതേസമയം ശ്രീലങ്കൻ തീരത്തെ ഇറാൻ കപ്പലിന് ആക്രമണം 101 പേരെ കാണാതായതായും 78 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാനിയൻ കപ്പലിൽ നിന്ന് സഹായം അഭ്യർത്ഥിച്ചുള്ള സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് ശ്രീലങ്കൻ സൈന്യം രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. കപ്പലിൽ നിന്ന് 30 പേരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യമന്ത്രി വിജിത ഹെരാത്ത് പറഞ്ഞു. ഇസ്രായേലിന്റെ വടക്കൻ നഗരമായ സഫഡിനടുത്തുള്ള ഇസ്രായേലി സൈനിക താവളത്തെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള. ഇസ്രായേലിലെ എയറോസ്പേസ് ഇൻഡസ്ട്രീസിന്റെ ആസ്ഥാനം ലക്ഷ്യമാക്കി ഡ്രോൺ ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള പറഞ്ഞു. ഡ്രോൺ കൺട്രോൾ താവളത്തിന് നേരെ മിസൈൽ അയച്ചതായി ഹിസ്ബുള്ള പറഞ്ഞു. അതായത് അതിരൂക്ഷമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മധ്യസ്ഥ രാജ്യങ്ങൾ വന്നുകൊണ്ട് ഈ യുദ്ധത്തിന് ഒരു അന്ത്യം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അത് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്.